ഇവിടെ ചിലപ്പോൾ സമ്പത്തുണ്ടാകുമ്പോൾ, ഇവിടെ അല്ല, ഈ സദസ്സിലല്ല പറഞ്ഞത്, കുറച്ച് സമ്പത്തുണ്ടാകുമ്പോഴേക്ക് മദ്യപാനത്തിലേക്കും ഇതിലേക്കൊക്കെ പോകുന്ന ആളുകൾ ഉണ്ടാകാം. തൻ്റെ മുമ്പിലിരിക്കുന്ന കൊക്കക്കോളയെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മാറ്റിവെച്ചപ്പോഴേക്കും, അത് മാറ്റിവെച്ചിട്ട് പച്ചവെള്ളം കുടിച്ചപ്പോഴേക്കും എന്തായി മാറി? കൊക്കക്കോള കമ്പനിയുടെ ഷെയർ മാർക്കറ്റ് മൊത്തത്തിൽ ഇടിഞ്ഞു. അത്രമാത്രം പവറാണ് അവർ മാർക്കറ്റിൽ നടത്തും. ഇതേ മെസ്സിയെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ ഗോളുകളും അതൊക്കെ നിങ്ങൾ ആലോചിച്ച, പക്ഷേ ആരാധനാ ലോകത്തിലേക്ക് പോകരുത് എന്നാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ചില പാഠങ്ങളുണ്ട്. ആ പാഠം ഏതാണ്? കുഞ്ഞിക്കാലൻ എന്ന് വിളിച്ച് കളിയാക്കിയിട്ട് തളർന്നിരുന്നില്ല. 10-ാം വയസ്സിൽ തനിക്ക് വന്ന അസുഖത്തിനെ 14 വയസ്സ് വരെ പേറി നടക്കുമ്പോഴും ചികിത്സിച്ചു മാറ്റുന്നത് വരെ പ്രതീക്ഷകൾ അറ്റില്ല. ആ ഒന്നുമല്ലാത്തവനെന്ന് വിളിച്ചെടുത്തുന്ന ഉയർന്നു വന്നൊരു ചെറുപ്പക്കാരൻ എന്നേ നമ്മൾ കാണേണ്ടതുള്ളൂ. അപ്പൊ എല്ലാറ്റിലും ഒരു പോസിറ്റീവ് സൈഡ് കണ്ടാൽ മതി, നെഗറ്റീവ് സൈഡുകളൊക്കെ നമുക്ക് മാറ്റിവെക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മെ സംബന്ധിച്ചിടത്തോളം ആരെ നമ്മൾ സ്നേഹിച്ചാലും എന്തൊക്കെ ആക്കിയാലും എബോവ് ഓൾ, എല്ലാറ്റിനേക്കാളും മുകളിൽ നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നതാണ്. അള്ളാഹുവിനെ ഭയപ്പെടലുണ്ട്, അള്ളാഹുവിനെ സ്നേഹിക്കലുണ്ട്. ഭയപ്പെടൽ വേറെ, സ്നേഹിക്കുന്നത് വേറെ. ഹസ്രത്ത് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, ഭയപ്പെടുന്നവർ 5 തവണ പോയി അള്ളാഹുവിനെ ഓർമ്മിക്കും, സ്നേഹിക്കുന്നവർ 24 മണിക്കൂറും അള്ളാഹുവിനെ ഓർമ്മിക്കും. ഞാൻ പറഞ്ഞു മനസ്സിലാകണ്ടോ? ഭയപ്പെടുന്ന ആൾക്കാർ അല്ലാഹു ളുഹറിന്റെ സമയമായല്ലോ അസറിന്റെ സമയമായല്ലോ എന്ന് വിചാരിച്ചിട്ട് 5 മാത്രം പോയിട്ട് വരും. എന്നാൽ ഭയത്തിനും അപ്പുറത്താണ് അള്ളാഹുവോടുള്ള സ്നേഹം. അശ്വദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അള്ളാഹുവെ ഭയപ്പെടണം, അങ്ങേയറ്റം ഭയപ്പെടണം. പക്ഷേ ആ ഭയത്തെയും ഓവർകം ചെയ്യുന്ന സ്നേഹമാണ് നമുക്കുണ്ടാകേണ്ടത്. സ്നേഹത്തോടു കൂടി ചെയ്യുമ്പോൾ എൻ്റെ അള്ളാഹ്ക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് എന്ന തോന്നലുണ്ടാകും. അപ്പൊ നമ്മൾ പ്രാർത്ഥനയുടെ കൂടെ നന്ദി വർദ്ധിപ്പിക്കുന്നവരായിരിക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, പക്ഷെ അതിനേക്കാൾ കൂടുതൽ ചെയ്യേണ്ടത് നന്ദിയാണ്. ഞാൻ പറഞ്ഞു വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇതൊന്നും എൻ്റെ വാക്കുകളല്ല, ഞാൻ മഹാരഥന്മാരായ ഇമാമുകാരുടെ വാക്കുകൾ പറയുന്നു. നന്ദി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആലോചിച്ച് നോക്കിയിട്ട് ഇതൊക്കെ ഇരിക്കുന്നത് കുടുംബക്കാരാണ്. മീൻസ് നമ്മളൊക്കെ കുടുംബിനികളും കുടുംബത്തെ നയിക്കുന്ന ചെറുപ്പക്കാരും മുതിർന്നവരുമൊക്കെയാണ്. നമ്മളെവിടെ നന്ദി കാണിക്കുന്നു? ഞാൻ ഉദാഹരണം പറഞ്ഞോട്ടെ. ഇവിടെ ഇപ്പൊ 20 വയസ്സായി, 60 വയസ്സായി, 55 വയസ്സായി, 45 വയസ്സൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ ഇരിക്കുകയാണ്. പക്ഷെ എന്നെങ്കിലും ഒരിക്കൽ ഒരു ശുക്റിന്റെ സുജൂദ് നമ്മൾ ചെയ്തിട്ടുണ്ടോ? ഒരു ശുക്റിന്റെ സുജൂദ്. ഇതുവരേക്കും എനിക്ക് കിഡ്നിയുടെ അസുഖം തരാത്ത തമ്പുരാനെ, നിനക്കാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞിട്ട്, ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ ശുക്ർ ചെയ്താൽ ഞാൻ അതിനെ അധികരിപ്പിച്ച് തരിക തന്നെ ചെയ്യും. ഇംഗ്ലീഷ് അറിയുന്ന കുട്ടികൾ ഒരുപാട് ഈ കൂട്ടത്തിലുണ്ടാകും. നിങ്ങൾ അറബിയിൽ അത് വായിക്കും, അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എടുത്ത് നോക്കുമ്പോ ഒരിടത്ത് പ്രാർത്ഥിക്കുന്നിടത്ത് കൊടുത്തിട്ടുള്ളത് എന്താണ്? പിന്നെ ഉദഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, ഞാൻ ഉത്തരം നൽകും. ഐ വിൽ ഗിവ് എന്നാണ്. ഐ വിൽ ഗിവ്, ഉറപ്പായിട്ട് ഞാൻ നൽകും. പക്ഷേ ശുക്ർ ചെയ്യുന്നിടത്ത് ഐ വിൽ ഷുവർലി ഗിവ് യു, ഐ വിൽ ഷുവർ പറഞ്ഞ വാക്ക് ശുക്റാണ്. കൊറോണ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതാ ഇരിക്കുന്നു. കൊറോണക്ക് മുമ്പാണ് മദ്രസയുടെ പരിപാടികളൊക്കെ നിങ്ങൾ തുടങ്ങി വെച്ചത്. കൊറോണ വന്നതോടുകൂടിയാണ് അത് ഏകദേശം ഒരു വല്ലാത്തൊരവസ്ഥയിലായത്. അതിനുശേഷം നമ്മൾ ഇതാ ഇവിടെ ഇരുന്ന് ഇപ്പൊ ഇങ്ങനെ ആയിരങ്ങൾ ഇരുന്നു കൊണ്ട് ഇവിടെ വലിയ പരിപാടികളൊക്കെ നടത്തുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കൊറോണ ഇവിടെ നിന്ന് ഇല്ലായ്മ ചെയ്തതിന്റെ പേരിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു ശുക്റിന്റെ സുജൂദെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്നതാണ്. ഒരു ശുക്റിന്റെ സുജൂദെങ്കിലും. ശുക്റിന്റെ സുജൂദ് എന്ന് പറഞ്ഞ സുജൂദുണ്ട്. അത് ഉലമാക്കോട് ചോദിക്കുക എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ളത്. നമുക്കതൊന്നും അറിയില്ല. പക്ഷെ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കളിയാക്കുകയും ചെയ്യും. പാവം അറബികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. 2 ആൾക്കാർ കാർ അങ്ങോട്ട് മുട്ടിയാല് 2 ആൾക്കൊരു പ്രശ്നം വന്നിട്ടില്ലെങ്കിൽ ആദ്യം ചെയ്യുന്ന പണി അവിടെ കിട്ടിയോടത്താണ് സുജൂദ് ചെയ്യല. എന്താ അതിന്റെ അർത്ഥം? ഇത്രയും വലിയ ഇടി ഇടിച്ചിട്ടും ഞങ്ങൾക്കൊരു പോറല് പോലും ഏൽപ്പിക്കാത്ത തമ്പുരാനെ, നിനക്കാണ് സർവസ്തുതിയും, നിനക്കാണ് സർവസ്തുതിയും. നമുക്ക് മക്കളുണ്ടല്ലോ, ദാ ഇതുപോലെ പാവം കളിച്ചു നടക്കുന്ന കുഞ്ഞുമക്കൾ. അവരിൽ ഒരാൾക്ക് പോലും കിഡ്നിയുടെ രോഗം തരാത്ത തമ്പുരാനെ, നിനക്കാണ് സർവസ്തുതിയും എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ വീണിട്ടുണ്ടോ? നിസ്കാരത്തെ കുറിച്ചെല്ലാം പറഞ്ഞത് ശുക്റിന്റെ സുജൂദ്. എന്റെ മക്കളിൽ ഇതേവരെ ഒരാൾക്ക് പോലും ക്യാൻസർ തരാത്ത അള്ളാഹുവേ, നിനക്കാണ് സർവസ്തുതിയും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ അള്ളാഹു ചെയ്തു തന്നിട്ടുള്ള ഒരുപാട് നന്മകളെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. നമ്മൾ ആവർത്തിച്ചിട്ട് നമ്മൾ ശുക്റിന്റെ സുജൂദ് ചെയ്തുകൊണ്ടേയിരിക്കണം. ആ ശുക്റിന്റെ സുജൂദ് ചെയ്യുമ്പോൾ അള്ളാഹു അതിനെ വർദ്ധിപ്പിച്ചു തരിക തന്നെ ചെയ്യും. അപ്പൊ ഉദാഹരണത്തിന് നമുക്ക് 3 മക്കളുണ്ട്.
ആ 3 മക്കള് ഇതുവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടില്ല എന്ന് വെച്ചോ, അങ്ങനത്തെ ആരെങ്കിലുമൊക്കെ ഈ കൂട്ടത്തിൽ ഉണ്ടാവുമല്ലോ. ഒറ്റ ദിവസം പോലും മക്കള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാത്ത ആൾക്കാർ ഒരാളെങ്കിലും ഈ കൂട്ടത്തിലുണ്ടാവും, എനിക്ക് ഉറപ്പാണ്. ഒരാളെങ്കിലും ഈ കൂട്ടത്തിലുണ്ടാവും. 4-5 മക്കൾ ഉണ്ടായിട്ട് ഒരാൾ പോലും ആ മക്കൾക്ക് ഇതുവരെ ഒരു അപകടവും കൊടുക്കാതെ ഇതുവരെ എത്തിച്ചവര് തമ്പുരാനുണ്ട്. അവനായിരിക്കണം നമ്മൾ ശുക്രിന്റെ സുജൂദ് ചെയ്യേണ്ടത്. നമ്മളിതാ ഇവിടെ ഇരിക്കുന്നു, ഇതുവരേക്കും ആക്സിഡന്റ് വരാതെ നമ്മുടെ കൈ നഷ്ടപ്പെട്ടില്ല, നമ്മുടെ കാല് നഷ്ടപ്പെട്ടില്ല. എത്രയോ തവണ നമുക്ക് നേരെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വണ്ടി പോകുമ്പോ എത്രയോ വാഹനങ്ങൾ നമ്മളെ നേരെ വല്ലാത്തൊരവസ്ഥയിൽ കടന്നു വന്നിട്ടുണ്ട് ഡ്രൈവർമാരുടെ അപശ്രദ്ധ കൊണ്ട്. പക്ഷെ എന്നിട്ടും നമുക്കൊന്നും വരുത്താതെ കാത്ത തമ്പുരാനെ, നിനക്കാണ് സർവസ്തുതിയുമെന്ന് നമ്മളെപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ആ ശുക്രിന്റെ സുജൂദ് മുതലാണ് നമ്മൾ തുടങ്ങി വെക്കേണ്ടത്. നമ്മൾ ശുക്ർ ചെയ്തുകൊണ്ടാ തുടങ്ങേണ്ടത്. ശുക്ർ ചെയ്യുന്നവരുടെ ജീവിതം നിങ്ങൾ നോക്കിക്കോ, അള്ളാഹു വെച്ചടി വെച്ച് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടേയിരിക്കും. കാരണം ശുക്ർ ചെയ്യുന്നവന് അധികരിപ്പിച്ചു കൊടുക്കാമെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഡബിൾ എഫക്റ്റിൽ പറഞ്ഞതാണ്. ലഇൻ ശകർതും ലഅസീദന്നകും. ഈ ഉലമാക്കളോട് ചോദിക്കൂ, ലായും തഅക്കീദാണ്, നൂനും തഅക്കീദാണ്. ലഅസീദന്നകും, അതുകൊണ്ട് ഉറപ്പിച്ച് നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരുമെന്നാണ് അള്ളാഹു അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മുടെ കുടുംബ സംഗമം നമ്മൾ കൂടുമ്പോ നമ്മുടെ കുടുംബം ഇനി മുതൽ എന്തായിരിക്കണം? ഏറ്റവും കൂടുതൽ ശുക്ർ ചെയ്യുന്ന കുടുംബമായി തീരണം. ശുക്ർ ചെയ്യുന്ന കുടുംബം. ദാ ഇങ്ങനെ നോക്കുമ്പോ ഇതിൽ ആകെ ഇപ്പൊ 4-5 ആളെ കണ്ണട വെച്ച് കാണുന്നുള്ളൂ. കണ്ണട വെച്ചത് കുഴപ്പമൊന്നുമല്ല. പക്ഷേ ഇത്രയും കാലമായിട്ടും കണ്ണട വെക്കാതെ വിശുദ്ധ ഖുർആനും മറ്റ് ഗ്രന്ഥങ്ങളും വായിപ്പിക്കാൻ എന്റെ കണ്ണിന് കാഴ്ച തന്ന തമ്പുരാനെ, നിനക്കാണ് സർവസ്തുതിയുമെന്ന് എപ്പോഴെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ചിന്താപരമായ കാര്യത്തിൽ സെൻഡിക്സുകളുടെ വിടവുകൾ സംഭവിക്കുമ്പോൾ, മറവി രോഗം ബാധിച്ച് ഡിമെൻഷ്യയും അതേപോലെ തന്നെ അൽഷിമസും പോലെയുള്ള അസുഖങ്ങൾ വരുമ്പോ മറവി രോഗമായി മാറി സ്വന്തം മക്കളെ നോക്കിയിട്ട് നീ ആരാ എന്ന് ചോദിക്കുന്ന അസുഖത്തിന്റെ പേരാണ് ഡിമെൻഷ്യ. നീ എവിടുന്നാ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന്റെ പേരാണ് അൽഷിമസ്. അതൊന്നും വരാതെ എന്നെ കാത്ത തമ്പുരാനെ, നിനക്കാണ് സർവസ്തുതിയുമെന്ന് നമ്മൾ എപ്പോഴെങ്കിലും അള്ളാഹുവിന്റെ മുമ്പിൽ ശുക്ർ ചെയ്തിട്ടുണ്ടോ? അവിടെ ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി പറയുകയല്ല, ഞാൻ പറഞ്ഞു വരുന്നത് ശുക്രിൽ നിന്ന് നമ്മൾ തുടങ്ങണമെന്നാണ്. അള്ളാഹുവോടുള്ള അദമ്യമായ സ്നേഹം ശുക്രായി നമ്മുടെ ഉള്ളിൽ നിന്ന് വരുമ്പോ അള്ളാഹു ജീവിതം തന്നെ നല്ല രസകരമാക്കി തരും. ഈ ദീൻ എന്ന് പറഞ്ഞാൽ നാളെയുടെ ലോകത്തിൽ വിജയിക്കാൻ മാത്രമുള്ളതല്ല. അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് പരമമായ വിജയം, അതാണ്. പക്ഷേ ഈ ദുനിയാവിൽ തന്നെ നമ്മളെ സ്വസ്ഥമായി ജീവിപ്പിക്കാനുള്ള ടൂളിന്റെ പേരാണ് ദീൻ. സ്വസ്ഥമായി ഇവിടെ ജീവിക്കണോ? ഉദാഹരണത്തിന് നമ്മുടെ മക്കൾ നമുക്ക് കൺകുളിർമയായി നല്ല ദീനിയായി അവര് മോശമായതിലേക്കൊന്നും പോകാതെ ജീവിക്കണമെങ്കിൽ അവരെ ദീനിയാക്കുക എന്നത് നിർബന്ധമാണ്. നമ്മളെ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ സ്നേഹത്തോടെ ഭാര്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു കരുതലായി തന്നതാണ്. അവളെ വിഷമിപ്പിക്കരുത്, അവരുടെ ദുഃഖിപ്പിക്കരുത്, അവരെ കരയിപ്പിക്കരുത്, അവരെ വേദനിപ്പിക്കരുത് എന്ന ചിന്ത നമുക്ക് എവിടുന്നാ തരുന്നത്? ഒരിക്കലും അത് സോഷ്യോളജിയിൽ നിന്ന് നമ്മൾ പഠിച്ചതല്ല, സൈക്കോളജിയിൽ നിന്ന് പഠിച്ചതല്ല, ആന്ത്രോപോളജിയിൽ നിന്ന് പഠിച്ചതല്ല, ഹിസ്റ്ററിയിൽ നിന്ന് പഠിച്ചതല്ല. നമ്മൾ പഠിച്ചത് വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നുമാണ്. ഭാര്യയെ ഒരിക്കലും എന്താക്കരുത്, നമ്മൾ ദുഃഖിപ്പിക്കരുത് എന്നുള്ള കാര്യം. ഭർത്താവ് തഅബാനാകുമ്പോ, അദ്ദേഹത്തിന്റെ സമ്പത്ത് നഷ്ടപ്പെടുമ്പോ, ആരോഗ്യം നഷ്ടപ്പെടുമ്പോ കൂടെ തന്നെ നിന്നുകൊണ്ട് അവർക്ക് സമാധാനമായി മാറണേ എന്ന് സ്കൂളിന്റെ പടവുകളിൽ നിന്നല്ല നമ്മൾ പഠിച്ചത്, അത് വിശുദ്ധ ഖുർആനിൽ നിന്നും തിരു ഹദീസിൽ നിന്നുമാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയ और आखिरत की कामयाबी अल्लाह सुब्हानहु व तआला दिन में रखी है, सिर्फ ये दिन में रखी है. ഇതായിരിക്കണം നമ്മുടെ സ്ലോഗൻ. ജഅലല്ലാഹു സുബ്ഹാനഹു വ തആല അൻ-നജാഹ് വൽ ഫലാഹ് ലികുല്ലിഹിം ഫിദ്ദീൻ ഫഖദ് ലികുല്ലിഹിം ഫിദ്ദീൻ. അതായിരിക്കണം നമ്മുടെ സ്ലോഗൻ. Almighty Allah subhanahu wa ta'ala puts all the success in this world and also hereafter only in the perfect deen. അതായിരിക്കണം നമ്മുടെ സ്ലോഗൻ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഈ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ അല്ലാഹു വെച്ചിട്ടുള്ളതാണ് ദീൻ എന്നതായിരിക്കണം നമ്മുടെ സ്ലോഗൻ. അല്ലാതെ നമ്മൾ വിചാരിക്കണ്ട നമ്മളിപ്പോ ഇങ്ങനെ ഓരോ കഥകൾ ഇപ്പൊ ഇവിടെ വരുമ്പോ ഞാൻ നിങ്ങളെ പറ്റി പറയല്ല, ഒരു കല്യാണമുണ്ടായാൽ നമ്മൾ ചിലപ്പോൾ പർദ്ദ മാറ്റി സാരി എടുക്കും. സാരി എടുത്തതിനെ കുറിച്ചിട്ട് പറയല്ല, മോശമാക്കി പറയല്ല. സാരി എടുത്തവരൊന്നും മോശമൊന്നുമല്ല, അങ്ങനെ നമ്മൾ മോശമായിട്ടൊരു കാലത്തും പറയാനും പാടില്ല. അതൊക്കെ ഓരോ വേഷവിധാനങ്ങളാണ്. ഞാൻ പറയുന്നത് ഉടുക്കും, ചിലപ്പോ എന്താക്കും, മേക്കപ്പ് ഇടും. അന്നത്തെ ളുഹുർ ഉണ്ടാകില്ല, അന്നത്തെ അസർ ഉണ്ടാകില്ല. ഇതൊന്നും ഇല്ലാതെയാ നമ്മൾ നടക്കുക.
കാരണം കല്യാണമാണ്. കല്യാണത്തിന് നിസ്കാരം ഒഴിവാക്കാന്ന് നമ്മളോട് ആരോ പറഞ്ഞതുപോലെ രാവിലെ 10 മണിക്ക് അണിഞ്ഞൊരുങ്ങി നമ്മൾ മംഗല്യത്തിന് പോകും. എന്നിട്ട് മഗ്രിബോട് കൂടിയിട്ടാണ്ട് വരിക. അന്നത്തെ ളുഹറുല്ല അസറുല്ല. ആര് പറഞ്ഞു ഇങ്ങനെ ഖളാ ആക്കാൻ? ഫ്ലൈറ്റിൽ സഞ്ചരിക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെയൊക്കെ ഇരിക്കുന്ന കുറെ ആൾക്കാർ സഞ്ചരിച്ചവരായിരിക്കും. പക്ഷേ ഫ്ലൈറ്റിൽ പോകുമ്പോൾ നമ്മൾ 4 മണിക്ക് കയറി എന്ന് വിചാരിക്കും. കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന്, അല്ലെങ്കിൽ കണ്ണൂർ എയർപോർട്ടിൽ നിന്ന്, മംഗലാപുരം എയർപോർട്ടിൽ നിന്നൊക്കെ 4 മണിക്ക് ഫ്ലൈറ്റ്, ഏർലി മോർണിംഗ് 5:15 സുബഹിയുടെ ബാങ്ക്. ഉദാഹരണത്തിന് 4 മണിക്ക് കയറിയ ആള് സുബഹി നിസ്കരിക്കാതെ എങ്ങനെ ഈ ഫ്ലൈറ്റ് യാത്ര നടത്തുക? 4 മണിക്ക് മുമ്പ് എയർപോർട്ട് നിസ്കരിക്കാൻ പറ്റുമോ? പറ്റൂല. എന്നാൽ വഴിയിൽ വെച്ച് നിസ്കരിക്കാൻ അവിടെ ഒതുകൊടുക്കാൻ വെള്ളമുണ്ടോ? ഇല്ല. കാരണം ആകെ ടോയ്ലറ്റിൽ ഫ്ലഷിംഗ് നടത്താൻ വേണ്ടി എയർ പ്ലസ് വാട്ടറാണ്. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഒതുകൊടുക്കാനുള്ള വെള്ളം അവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് അങ്ങോട്ട് ഒതുകൊടുക്കാൻ പോകാനും പറ്റൂല. 1-2 ആൾക്കാർ ചുളിവിൽ പോയി എടുക്കണമായിരുന്നല്ല, 350 ആൾക്കാർ പോയിട്ട് ഒതുകൊടുക്കാൻ പറ്റൂല അവിടെ. അത് ചെയ്യാൻ തെറ്റുവാണ്. കാരണം എല്ലാവർക്കും കൂടിയുള്ള വെള്ളമാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? സീറ്റിൽ ജസ്റ്റ് അടിക്കണം, എന്നിട്ട് മുഖം ഇങ്ങനെ തടവണം. ആരുടെ സീറ്റില്? നമ്മൾ നേരെ മുമ്പിലിരിക്കുന്ന ആളുണ്ടല്ലോ, അയാൾ അറിയും കൂടി വേണ്ട. ജസ്റ്റ് ഇങ്ങനെ അടിക്കുക, എന്നിട്ട് മുഖം ഒന്ന് തടവുക, എന്നിട്ടൊന്നും കൂടി അടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? കൈ തടവുക. അത് മാത്രം മതി. ചില ആൾക്കാരാണ് ഇടങ്ങാറായിട്ട് ഷൂ ഒക്കെ അയച്ചിട്ട് കാല് തടവണം. കാല് തടവൽ ദൈമത്തിലില്ല. ജസ്റ്റ് മുഖം തടവലും കൈ തടവലും. മണ്ണ് കിട്ടാനില്ല, വെള്ളം കൊണ്ട് ഒന്നെടുക്കാൻ പറ്റൂല. സീറ്റിലിരുന്ന് നിസ്കരിച്ചേക്കണം നമ്മൾ. അത് പിന്നെ മടക്കി നിസ്കരിക്കണതൊക്കെ വേറെ ചർച്ചകളാണ്. ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മൾ ഗൗനിക്കണം.